കേരളത്തിനാകെയായി വടകര ബിരിയാണി വെച്ചൊരുക്കുമ്പോൾ അത് എത്ര നാൾ, എങ്ങനെ, എന്തിന് എന്നൊക്കെ പറയുന്ന ചിന്തയ്ക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല. അവരവരുടെ ഭാഗം വിജയിച്ചതാകാൻ, അവരവർക്ക് സ്വയം രക്ഷപ്പെടാൻ, ആരെയും എന്തും എങ്ങനെയും എന്ത് സംഭവിച്ചാലും അതിലൊന്നും ഒരു ചിന്തയുടെയും ആവശ്യമില്ല എന്ന തരത്തിലാണ് ഇപ്പോൾ വടകരയുടെ രാഷ്ട്രീയ ചർച്ചകൾക്ക് ശേഷം നടക്കുന്ന വർഗീയ ചർച്ചകൾ നമ്മളെ കൊണ്ടെത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ വർഗീയ ധ്രുവീകരണത്തിന് വർഗീയ സംഘടനകളെന്ന് മുദ്ര കുത്തിയിരിക്കുന്ന സംഘപരിവാറിനെ പോലും നാണിപ്പിക്കും വിധമാണ് ഈ വർഗീയ ചാപ്പകുത്തൽ, ഈ പരസ്പരമുള്ള ചെളിവാരി എറിയൽ അതിൻ്റെ ഏറ്റവും മനോഹാരിതയോടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നില്ല, തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതേ ഉള്ളൂ. ഇനി അതിനേക്കാൾ രസകരമായൊരു കാര്യം, വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലൂടെ പ്രചരിക്കുന്ന വ്യാജവാർത്തകളാണ് സംഘപരിവാർ രാഷ്ട്രീയം കേരളത്തിൽ വർഗീയത വളർത്താൻ അല്ലെങ്കിൽ രാജ്യത്ത് വർഗീയത വളർത്താൻ ഉപയോഗിക്കുന്നത് എന്ന് ഘോരഘോരം പ്രസംഗിക്കുന്ന മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ തന്നെയാണ് ആരെന്നും എവിടെയെന്നും എങ്ങനെയെന്നും കണ്ടുപിടിക്കാനാവാത്ത ഒരു വാട്സപ്പ് സന്ദേശത്തെ തുടർന്ന് കേരളത്തിലെ മനസ്സുകളെ, കേരളത്തിലെ ജനങ്ങളെ അവൻ വർഗീയവാദി ഇവൻ വർഗീയവാദി എന്ന് പറഞ്ഞ് ചാപ്പകുത്തി എല്ലാ കാലത്തേക്കുമുള്ള നാഭീനാള ബന്ധം മുറിക്കാൻ വേണ്ടി ഘോരാഘോരം പ്രസംഗിക്കുന്നത് എന്നതാണൊരു സത്യം. പണ്ട് പറയുമായിരുന്നു മുസ്ലിം സമുദായ സംഘടനകൾക്കാണ് ആലോചനയും വിവേകവും ഒന്നുമില്ലാത്തത് എന്ന് പറയുന്നുവെങ്കിൽ ഇന്ന് ആ പേരുകാരായ ആളുകളെ തന്നെയാണ് ഇരുപക്ഷവും ഉപയോഗിച്ച് ഈ ചാപ്പകുത്തലിന് വേണ്ടി ഉപയോഗിക്കുന്നത്. രാജ്യസഭാ MP എ റഹീം, അദ്ദേഹം കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയവാദി ഷാഫി പറമ്പിൽ MLA ആണെന്ന് ഉറക്കെ പറഞ്ഞതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ പ്രവഹിക്കുമ്പോൾ മറുവശത്ത് എ റഹീം എന്ന ലുട്ടാപ്പി എന്ന് ട്രോളുന്ന രാജ്യസഭാ MP ആണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ വർഗീയവാദി എന്ന് മറുവശത്തു കൂടി പ്രചരിക്കുന്നു. KT ജലീൽ ഷാഫിയും മുസ്ലിം ലീഗുമാണ് കേരളത്തിലെ ഏറ്റവും വർഗീയവാദികളെന്ന് പറയുമ്പോൾ തിരിച്ച് കാശ്മീരും മറ്റുള്ളതും എഴുതിയ ഈ ജലീലാണ് ഏറ്റവും വലിയ വർഗീയവാദി എന്ന് മറുവശം പ്രചരിക്കുന്നു. ഇവിടെയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പരസ്പരം ചാപ്പകുത്തലിൽ ഈ പേരുകാരായ മതമുള്ളവരാകട്ടെ ഇല്ലാത്തവരാകട്ടെ, മതവുമായി ബന്ധമുണ്ടാകട്ടെ ഇല്ലാത്തതാകട്ടെ, എങ്കിൽ പോലും ഇവരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വർഗീയവാദത്തിൻ്റെ മുദ്ര ചാർത്തി ചാപ്പകുത്തി ഇസ്ലാമോഫോബിയ എന്ന് ഇടയ്ക്കിടെ വിളിച്ചു പറഞ്ഞ് അതിൻ്റെ ഉത്തരവാദി സംഘപരിവാർ മാത്രമാണെന്ന് പറഞ്ഞ് മുസ്ലിം സമുദായത്തെയും ഈ സമുദായത്തെയും ഞങ്ങളാണ് ചേർത്ത് പിടിക്കുന്നതെന്ന് പറഞ്ഞ് സ്നേഹം പ്രകടിപ്പിക്കാൻ മത്സരിക്കുന്നവർ ഈ വർഗീയവാദത്തിൻ്റെ പ്രചരണത്തിൽ അക്ഷരാർത്ഥത്തിൽ BJPയെ പോലും പിന്തള്ളിക്കളഞ്ഞു എന്നതാണ് സത്യം. സാധാരണ അവരാണ് ഇലക്ഷൻ കഴിയുമ്പോൾ തോറ്റുപോകുന്ന അല്ലെങ്കിൽ അവർക്ക് സീറ്റ് കിട്ടാത്തതിൻ്റെ പരിഭവങ്ങളിൽ സുഡാപ്പിയും പോപ്പുലർ ഫ്രണ്ടും വർഗീയവാദവും ജിഹാദിയും ഒക്കെ പറയുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പോലും പാകിസ്ഥാനും ജിഹാദും മുസ്ലിം മതവും ഇസ്ലാം മതവും ഒക്കെ പറഞ്ഞ് വോട്ട് പിടിക്കുമ്പോൾ കേരളത്തിലെ ആ ദൗത്യം മറിച്ച് ഈ സമുദായത്തെ സംരക്ഷിക്കുന്ന മുഖ്യധാരക്കാർ തന്നെ ഏറ്റെടുത്തത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. കളിക്കട്ടെ, കളിച്ച് ജയിക്കട്ടെ. നമുക്ക് നോക്കാം ഒടുവിൽ ജയിക്കുന്നതാരെന്നും തോൽക്കുന്നതാരെന്നും.